ബഹുമാനിയായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവരുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പൊതുവെ ആളുകൾ തെറ്റ് ചെയ്യാൻ വേണ്ടി നിരത്തുന്ന ചില ദുർന്യായങ്ങളുണ്ട്. ആ ദുർന്യായങ്ങളെ സമയോചിതമായി ശരിയാം വിധം തുറന്നു കാണിച്ചിട്ടില്ല എങ്കിൽ ക്രമേണ സമൂഹം അതിനോട് താതാത്മ്യപ്പെടുകയും അത്തരം തെറ്റുകൾ ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല എന്ന ഒരു വിചാരത്തിലേക്ക് അവർ മാറിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തിന്മയുടെ നാമ്പുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ന്യായീകരണങ്ങൾ വലിയ രീതിയിൽ ചമച്ചു വരുമ്പോൾ അതിനെ കൃത്യമായി എങ്ങനെയാണ് അതിനെ വിശ്വാസികൾ നോക്കിക്കാണേണ്ടത്, അതിനോടൊരു വിശ്വാസിയുടെ പ്രതികരണം എന്തായിരിക്കണം, നിലപാട് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ആ തിന്മയുടെ ഗൗരവം നഷ്ടപ്പെടുകയും അത് നിസ്സാരവൽക്കരിക്കപ്പെടുകയും ഒരു വേള ആ തിന്മയ്ക്ക് ഒരു മാന്യതയുടെ പരിവേഷം വന്നു ചേരുകയും ചെയ്യും എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തിന്മകൾ സമൂഹത്തിൽ വരുമ്പോൾ അത് നോക്കി നിൽക്കുന്നതിനെ വളരെ ഗൗരവത്തോടുകൂടി ഇസ്ലാം ആക്ഷേപിച്ചിട്ടുള്ളത്. ആ ആക്ഷേപം എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ, തിന്മ പരസ്പരം വിരോധിക്കാത്ത ആളുകളെ ശപിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ശപിക്കപ്പെട്ടിരിക്കുന്നു ആരെ? അവിശ്വാസികളെ, ബനി ഇസ്രായേൽ ജനതയിലുള്ള അവിശ്വാസികളെ ദാവൂദ് നബിയുടെയും ഈസ ഇബ്നു മറിയമിന്റെയും നാവുകളാൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്തേ കാരണം? അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം കാണിക്കുകയും ചെയ്തത് കാരണത്താൽ. പിന്നെ പറഞ്ഞ കാരണം എന്താ? കാനു, അവരായിരുന്നു, അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകൾക്കെതിരെ അവർ വിരോധിക്കാത്തവരായിരുന്നു, തിന്മയെ വിരോധിക്കാത്തവരായിരുന്നു. അവർ ചെയ്യുന്ന ആ കാര്യം എത്ര ചീത്തയായ കാര്യമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ ഈ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇന്ന് വളരെ മാന്യതയുടെ ഒരു പരിവേഷം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് മദ്യം എന്ന് പറയുന്നത്. ആ മദ്യത്തിന് അതൊരു വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു നരേറ്റീവിലേക്ക് പൊതുസമൂഹത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. അപ്പൊ ഈ ഒരു സംവാദം നടക്കുമ്പോൾ എന്താ അതിന് കുഴപ്പം എന്നുള്ള ഭാഗം വല്ലാതെ ന്യായീകരിക്കപ്പെടുകയും മറുഭാഗം സൈലന്റ് ആയി പോവുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഇപ്പൊ അത് ഉപയോഗിക്കുന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അതിന്റെ വക്കത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അത്തരം ആളുകൾക്കൊക്കെ അതൊരു ആവേശമായി മാറും. ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് കുഴപ്പമൊന്നുമില്ല എന്ന ഒരു സാമാന്യവൽക്കരണത്തിലേക്ക് പോകും. അതിങ്ങനെ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളും ചില കൂട്ടുകെട്ടിലും അകപ്പെട്ട കുട്ടികളുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും. പക്ഷെ അവരിപ്പോ അത് വലിയൊരു കുറ്റല്ലേ, അതിലേക്ക് പോകാൻ പാടില്ലല്ലോ എന്നതുകൊണ്ട് തടഞ്ഞു വെക്കുകയായിരിക്കും. അത്തരം ആളുകൾക്ക് ഇത്തരം ന്യായീകരണങ്ങൾ അതിലേക്ക് പോകാനും അതിന്റെ ആളുകളായി മാറാനും ഒരു കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ദുർന്യായങ്ങളുടെ മറുവശം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രധാനമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്ന്, കുറഞ്ഞ അളവിലാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത്. മദ്യം കുറഞ്ഞ അളവാണെങ്കിൽ കുഴപ്പമില്ല, അത് കൂടിയാലേ കുഴപ്പമുള്ളൂ എന്നതാണ്. എന്താണ് ഒരു വിശ്വാസിയുടെ വിഷയത്തിലുള്ള നിലപാട്? ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ അതിന് ലൈക്കടിക്കുകയാണോ നിലപാട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം കൃത്യമായി പറഞ്ഞു. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. മാ അസ്കറ കസീറുഹു, ധാരാളമായി ഉപയോഗിച്ചാൽ മത്തുണ്ടാകുന്ന, ലഹരി ഉണ്ടാകുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ, ഫഖലീലുഹു ഹറാം, അത് വളരെ കുറച്ചാണെങ്കിൽ പോലും ഹറാമാകുന്നു എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. അത് കുറച്ച് കുടിച്ചാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതല്ല, അത് കൂടുതൽ അളവിൽ ഉപയോഗിച്ചാൽ ഏതൊരു സാധനം മത്തുണ്ടാകുമോ അത് കുറഞ്ഞ അളവിലും ഉപയോഗിക്കാൻ പാടില്ല എന്നതാകുന്നു ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമതായി ആളുകൾ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മദ്യത്തിന്റെ തോത് സമൂഹത്തിൽ നിന്ന് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാമെന്നതാണ്.
അത് വീര്യം കുറഞ്ഞത് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ ആളുകളൊക്കെ എന്ത് ചെയ്യും? ആ വലിയ മദ്യപാനികളൊക്കെ അത് ഒഴിവാക്കി ഇതിലേക്ക് തിരിച്ചു വരും. അങ്ങനെ മെല്ലെ മെല്ലെ മദ്യം ഇല്ലാതായിക്കൊള്ളും എന്നതാണ്. ഇത് ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു ന്യായമാണ്. കാരണം വീര്യം കൂടിയതിന് അഡിക്റ്റായ ആളുകൾക്ക് ഒരിക്കലും വീര്യം കുറഞ്ഞ മദ്യം കൊണ്ട് അവർക്ക് തൃപ്തിയാവുകയില്ല. ആർക്കാണ് അതറിയാത്തത്? അത് മദ്യം ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു രീതി എന്ന് പറയുന്നത് മുന്നോട്ടാണ്. അവർ യൂട്ടേൺ ഇല്ല, അവർക്കൊരിക്കലും യൂട്ടേൺ ഇല്ല. അവർ മുന്നോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് ഉപയോഗിച്ചതിന്റെ കൂടുതലാണ് നാളെ ഉപയോഗിക്കുക. അതിനും കൂടുതൽ ലഹരി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പിന്നീട് ഉപയോഗിക്കുക. അതിന് കാരണമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ ടോളറൻസ് എന്ന് പറയും, അതായത് പൊരുത്തപ്പെടൽ സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് തലച്ചോറിൽ ഈ മദ്യത്തിന്റെ ചെറിയൊരംശം, ലഹരിയുടെ ചെറിയൊരംശം വരുമ്പോൾ അവർക്ക് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഡോപ്പമിന്റെ ഉൽപാദനം പിന്നെ അതേ അളവിലുള്ള മദ്യം കിട്ടിയാൽ മാത്രം പോരാ, ലഹരി കിട്ടിയാൽ മാത്രം പോരാ. അത് പിന്നെ ക്രമേണ അതിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആ തലച്ചോറിലുള്ള അവർക്ക് ലഭിക്കുന്ന ആ സുഖം എന്ന് പറയുന്ന ആ ഒരു ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കൽ വർദ്ധിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പൊ ഉപയോഗിക്കുന്നത് മതിയാവില്ല, കൂടുതൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഇത് പിന്നോട്ടല്ല മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിനെ പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് ഗേറ്റ് വേ ഇഫക്റ്റ് എന്നാണ്. അതായത് അതിലേക്കുള്ള വഴിയൊരുക്കലാണ് യഥാർത്ഥത്തിൽ. നേരത്തെ പറഞ്ഞു, കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരും ഇങ്ങോട്ട് ഇറങ്ങി വരില്ല, വീര്യം കുറഞ്ഞിലേക്ക് വരില്ല. പിന്നെ ആരാ വീര്യം കുറഞ്ഞത് ഉപയോഗിക്കുക? വീര്യം കുറഞ്ഞത് ഉപയോഗിക്കുക തുടക്കക്കാരാണ്. തുടക്കക്കാർക്ക് മദ്യം ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു തടസ്സം എന്താ? അത് മദ്യമാണ്, അത് കുഴപ്പമാണ് എന്ന ഒരു ജാഗ്രത സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് കിട്ടുന്ന സ്ഥലങ്ങൾ അപൂർവമാണ്, അത് അതിനായിട്ട് പോകണം. പക്ഷെ അതേ സാധനം വീര്യം കുറഞ്ഞതാണെന്ന് പറഞ്ഞ് സാധാരണ കൂൾബാറുകളിൽ കിട്ടുന്നത് പോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ആൾക്കാരെ മുമ്പിലൊക്കെ ഇത് വീര്യം കുറഞ്ഞത് കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിലേക്ക് ആളുകൾ കൂടുതൽ വരിക ചെയ്യുക. ആ വന്ന ആളുകൾ വീര്യം കുറഞ്ഞത് നിൽക്കൂല, പിന്നെ വീര്യം കൂടിയതിലേക്ക് മാത്രമേ അവർക്ക് പോകാൻ കഴിയുള്ളൂ. അതാണ് ഗേറ്റ് വേ എന്ന് പറയാനുള്ള കാരണം. അഥവാ മദ്യത്തിന്റെ, ലഹരിയുടെ അനന്തമായ ലോകത്തിലേക്കുള്ള ഒന്നാമത്തെ വാതിലാണ് വീര്യം കുറഞ്ഞ മദ്യം എന്ന ഓമന പേരിട്ടുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന സംവിധാനം പറയുന്നത് കഞ്ചാവ് പോലെ, വീര്യം കുറഞ്ഞ മദ്യം പോലെ ഉപയോഗിക്കുന്ന ആളുകളിൽ 90% പിന്നീട് ഹെറോയിനും കൊക്കൈനും MDMA-യും രാസലഹരിയും ഉപയോഗിക്കുന്നതായിട്ടാണ് അവരൊക്കെ കണക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കണക്കും വ്യത്യസ്തമല്ല. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വകുപ്പിന്റെ വിമുക്തി എന്ന് പറയുന്ന ആ വിമുക്തി മിഷൻ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം അവരുടെ മുമ്പിൽ കൗൺസിലിംഗിനെത്തുന്ന കൗമാരക്കാരിൽ മഹാഭൂരിപക്ഷവും തുടക്കം ബിയറിൽ നിന്നും അതുപോലെ ചവച്ചരച്ചുകൊണ്ടിരിക്കുന്ന ലഹരി സാധനങ്ങളിൽ നിന്നുമാണ്. പിന്നീട് കൃത്യം 6 മാസം പിന്നിടുമ്പോഴേക്കും അവർ വലിയ ലഹരി സാധനങ്ങൾ, രാസലഹരി ഉപയോഗിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കണക്കാണ്. മൂന്നാമതായി ആളുകൾ പറയാനുള്ളത് അത് വരുമാനമാണ്, അത് ലാഭമാണ്, അത് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് അതൊന്നും ഇല്ലാതായാൽ ആകെ പ്രയാസമാകും എന്നുള്ളതാണ് കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? മദ്യത്തിലൂടെ, ലഹരിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയും അതേപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെയും മുന്നിൽ വെച്ച് കൂട്ടിക്കിഴിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയത്തിന്റെ ലാഭനഷ്ട കണക്കുകൾ വിലയിരുത്തേണ്ടത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ WHO-യുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സംഭവിക്കുന്ന മരണങ്ങളിൽ 5% ലഹരിയുടെ ബാധകമായിട്ടുകൊണ്ടാണ്. അതേപോലെ തന്നെ ഓരോ വർഷവും 30 ലക്ഷത്തോളം ആളുകൾ ലഹരി ഉപയോഗിച്ചതിന്റെ ഫലമായി അവർക്ക് പ്രയാസങ്ങൾ വന്നുകൊണ്ടാണ് അവർ മരണത്തിലേക്ക് പോകുന്നത്. ഗാർഹിക പീഡന കേസുകളിൽ 70% ലഹരിയാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന കാര്യത്തിൽ പത്ര റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു വസ്തുതയാണ്, ഒരു സത്യമാണ്. ക്രൂരമായ ഏതൊരു കൊലപാതകത്തിന്റെ പിന്നിൽ നമ്മൾ സഞ്ചരിച്ചാലും ആ വ്യക്തി മദ്യപിച്ചിരുന്നു, ലഹരി ഉപയോഗിച്ചിരുന്നു എന്നിടത്താണ് പത്ര റിപ്പോർട്ടുകൾ അവസാനിക്കാറുള്ളത് എന്ന് നമുക്കറിയാം. കണക്ക് തന്നെ പറയുന്നത് മദ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനം 1 രൂപയാണ് എങ്കിൽ ആ മദ്യത്തിലൂടെ, മദ്യം ഉപയോഗിച്ച് രോഗത്തിലൂടെ, അതിനുവേണ്ട ചികിത്സയിലൂടെ, റോഡ് അപകടങ്ങളിലൂടെ ആളുകൾക്ക് നഷ്ടപ്പെടുന്നത്, രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് 3 രൂപയാണ് എന്നാണ്.
1 രൂപ വരുമാനം ഉണ്ടാക്കുമ്പോൾ 3 രൂപ അതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്ന കച്ചവടത്തെ ലാഭക്കച്ചവടം എന്ന് വിളിക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം ഈ കാര്യത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായ സുചിന്തിതമായ നിലപാട് പറഞ്ഞ ഒരു മതമാണ്. ഫിഖുൽ പറയുക, ഫീഹിമാ ഇസ്മുൻ കബീർ, ഫീഹിമാ ഇസ്മുൻ കബീർ. ഫീഹിമ എന്ന് പറഞ്ഞാൽ മദ്യത്തിലും ചൂതാട്ടത്തിലും വലിയ കുറ്റമുണ്ട്. എന്നിട്ട് പറഞ്ഞു വമനാഫിഉൻ ലിന്നാസ്, എന്നാൽ ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട്. ആ പറഞ്ഞ ഉപകാരം എന്ത്? ഈ പറഞ്ഞതൊക്കെ. എന്നിട്ട് എന്താ പറഞ്ഞത്? വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, എന്നാൽ അവരുടെ ഉപകാരത്തെക്കാൾ, അതിലൂടെ ലഭിക്കുന്ന വരുമാനത്തെക്കാൾ, അതിലൂടെ കിട്ടുന്ന ലാഭത്തെക്കാൾ വലിയ പ്രയാസമുള്ളത് അതിന്റെ കുറ്റമാണ്, അതിന്റെ ദോഷഫലമാകുന്നു. വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ നഫ്ഇനെക്കാളും ഇസ്മാണ് കൂടുതൽ എന്ന് വിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, ഇജ്തനിബുൽ ഖംർ, നിങ്ങൾ മദ്യം നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം, വെടിയണം. കാരണം ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്, അത് എല്ലാ തിന്മയുടെയും ഉമ്മയാകുന്നു എന്ന്. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. എന്തെല്ലാം തിന്മകൾ സമൂഹത്തിലുണ്ടോ അതിന്റെ കേന്ദ്രമെന്ന് പറയുന്നത് ലഹരിയാണ്. ലാ തശ്റബിൽ ഖംറ, നിങ്ങൾ ഒരിക്കലും മദ്യം കുടിക്കരുത്. കാരണം ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർർ, എല്ലാ ശർറിന്റെയും താക്കോലാകുന്നു മദ്യം എന്നാണ്. അതുകൊണ്ട് തുറന്നുകൊണ്ടാണ് എല്ലാ തിന്മയിലേക്കും മനുഷ്യന്മാർ കടന്നു പോകുന്നത്. അപ്പൊ ഇത്ര ഗൗരവമുള്ള ഒരു വിഷയത്തിന്റെ വരുമാനവും ലാഭവും പറഞ്ഞിട്ട് അത് ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികളിൽ നിന്നുണ്ടാകാൻ പാടില്ല. വേറുള്ളവർ വ്യാഖ്യാനിക്കുന്നുണ്ടോ വിശദീകരിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. നമ്മൾ ആദ്യമായി വിശ്വാസിയാകാറുണ്ട്, എന്നിട്ടാണ് പാർട്ടി മെമ്പർഷിപ്പ്, എന്നിട്ടാണ് രാഷ്ട്രീയം. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ റസൂലുള്ളാഹിയാണ് പറയുന്നത് ഇത് ഹറാമാണ് എന്ന്. ആ റസൂലുള്ളാഹിയാണ് പറയുന്നത് വീര്യം കുറഞ്ഞതും കൂടിയതും എന്ന വ്യത്യാസമില്ല എന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറങ്ങിയ വിശുദ്ധ ഖുർആനിലൂടെയാണ് പറയുന്നത് ലാഭത്തെക്കാൾ അതുകൊണ്ടുണ്ടാകുന്ന ദോഷമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന്. എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് മുസ്ലിം പേരുള്ള ആളുകൾ ന്യായീകരിക്കുന്നത് അവനവന് മതമാണോ വലുത് അതോ മറ്റെന്തെങ്കിലും നയങ്ങളാണോ വലുത് എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. നാലാമതായി പറയാറുള്ള ന്യായം മദ്യം നിരോധിച്ചാൽ വ്യാജമദ്യം ഒഴുകുമെന്നതാണ്, അല്ലെങ്കിൽ രാസലഹരിയിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിപ്പോകുമെന്നതാണ്. ഇവിടെ നമ്മൾ തിരിച്ചും ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് എൻഫോഴ്സ്മെന്റ്, എന്തിനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, എന്താണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം, എന്തിനാണ് വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നത്? അത് വ്യാജമദ്യത്തെ പിടിച്ചു കെട്ടാനാണ്, രാസലഹരിയെ പിടിച്ചു കെട്ടാനാണ്. അത് നിയമ സംവിധാനത്തിലൂടെ അതിനെ അണകെട്ടുക എന്നതല്ലാതെ അതുണ്ടാകുമെന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ അതിന് മദ്യം വ്യാപകമാക്കുക അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞ് അതിന് ലൈസൻസ് കൊടുക്കുക എന്നതൊന്നും ശരിയായ നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വര വലുതാക്കി വരച്ച് മദ്യത്തെ നോർമലൈസ് ചെയ്യലാണ്. ഒരാളൊരു വരട്ട് ഒരു കടലാസ്, എന്നിട്ട് പറ വരയെ ചെറുതാക്കണം. അപ്പൊ അതിനെ ചെറുതാക്കാൻ വേണ്ടി തൊട്ടടുത്ത് വലിയൊരു വരട്ട്, വലിയ വരട്ടപ്പോ ഇത് ചെറുതായി. പിന്നെ ഇപ്പോഴത്തെ വരനെയും ചെറുതാക്കണം, അപ്പൊ അതിന്റെ അടുത്ത് കുറച്ചുകൂടി വലിയ വരട്ടും, അപ്പൊ അത് രണ്ടും ചെറുതായി. അങ്ങനെ ഓരോ വരയും ചെറുതാക്കണമെങ്കിൽ അതിലേറെ വലിയ വര അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ലളിതമായ യുക്തിയാണ്. ഈ യുക്തിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇട്ട വരയൊക്കെ അവിടെ ഉണ്ടാവും, ഒന്നും മാഞ്ഞു പോണില്ല എന്നുള്ളതാണ്. ഇതാ നടക്കുന്നത്. അതായത് ചെറിയ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അതിലേറെ കുറച്ചും കൂടി വലിയ ലഹരി, എന്നിട്ട് വലിയ ലഹരി വന്നു കഴിഞ്ഞാൽ ഈ ചെറിയ ലഹരി എന്തായി? കുഴപ്പമില്ലാതെ. അതിന് കുറച്ച് കൂടുതൽ വന്നാലോ 1002 കുഴപ്പമില്ലാതെ. പിന്നെ ഇതിങ്ങനെ കൂടി കൂടി പോണതിനനുസരിച്ച് അതിന്റെ താഴെയുള്ളതൊന്നും കുഴപ്പമില്ലാതെ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പണ്ട് മദ്യം പ്രശ്നമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ പറഞ്ഞത് പ്രത്യേകമായി നമ്മൾ ആളുകൾ പറയും രാസലഹരി അപകടമാണ് എന്ന്. എന്താ ഈ രാസലഹരി എന്ന് അടിവരയിട്ട്? കാരണം ആ അടിവരയിട്ട് പറയുന്നതിന്റെ മറ്റൊരർത്ഥം അതിന്റെ താഴെയുള്ളതൊന്നും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇനി MDMA അതുപോലുള്ള സാധനങ്ങളെക്കാളും വലിയ സാധനങ്ങൾ വിപണിയിൽ വരും, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എന്താ പറയാ? അതാണ് പ്രശ്നം. MDMA ഒന്നും വലിയ പ്രശ്നമല്ല. ഇതിങ്ങനെ ന്യായീകരിച്ച് പോവുകയും ചെയ്യുള്ളൂ. ഒരിക്കലും ഈ വരകൾ മായ്ക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. WHO പറഞ്ഞത് പ്രകാരം 94% ആളുകളും
രാസലഹരിയിലേക്ക് എത്തുന്നത് ഒരു സുപ്രഭാതത്തിൽ ആദ്യം രാസലഹരി ഉപയോഗിച്ചുകൊണ്ടല്ല. ഇതുപോലെയുള്ള ചുയിങ്കവും ഇതുപോലെയുള്ള വീര്യം കുറഞ്ഞതൊന്നും ഓമനിക്കുന്ന ബിയറും മറ്റുള്ള സാധനങ്ങളും ഉപയോഗിച്ച് പിന്നീടാണ് അത്തരം രാസലഹരിയിലേക്ക് എത്തുന്നത് എന്ന് 94% ആളുകളും അങ്ങനെയാണെന്നാണ് WHO പറയുന്നത്. ഒരു ഷോ നടക്കുന്നുണ്ട് ഒരു പ്രദേശത്ത്. ആ ഷോയിൽ ആളുകളൊക്കെ വിളിച്ചു വരുത്തി ക്യൂ നിൽക്കുന്നു ആളുകൾ. എന്നിട്ട് എല്ലാവർക്കും ടിക്കറ്റ് ചീന്തി കൊടുക്കുന്നു. ടിക്കറ്റ് ചീന്തി കൊടുത്തിട്ട് പറഞ്ഞാൽ കാണാൻ പാടില്ല. എന്തർത്ഥമുള്ളത്? അതായത് ഈ മദ്യത്തിന്റെ ലോകത്തിലേക്ക് ഒരു ഗേറ്റ് വേ കൊടുക്കുന്നു. ആദ്യത്തെ അത് രുചിക്കാൻ ഒരു ന്യായീകരണങ്ങൾ ചമച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ അതിന്റെ വലിയ സംഭവമാകുമ്പോൾ അതിനെതിരെ വലിയ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യും. അങ്ങനെ രണ്ട് തലയും കത്തിച്ച് മിന്നുന്ന ഒരു നയമല്ല യഥാർത്ഥത്തിൽ മദ്യത്തിന്റെ വിഷയത്തിൽ പ്രബുദ്ധതയുള്ള ഒരു സമൂഹം സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അഞ്ചാമത്തെ ന്യായം പറയാറുള്ളത്, ഈ മദ്യപിച്ച് അരിച്ചാലിന് കിടക്കുക, വീട്ടിൽ വന്ന് കുഴപ്പമുണ്ടാക്കുക, അതേപോലെ തന്നെ ആളുകളെ തെറി വിളിക്കുക, അവിടെ ഇവിടെ പോയി ഛർദ്ദിക്കുക, ബസ്സിൽ കുഴപ്പമുണ്ടാക്കുക, അതൊക്കെയാണ് പ്രശ്നം. അതൊന്നും അല്ലാതെ ഒരു സോഷ്യൽ ഡ്രിങ്കറായി നടക്കുന്നതിന് കുഴപ്പമില്ല. ഈ സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു മാന്യത കൊടുക്കുകയാണ്. എന്തിനാ വല്ല പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്ന് കുടിക്കുക, കുറച്ച് ഒരു ടൂറൊക്കെ പോകുമ്പോൾ കുടിക്കാം. അതേപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ കുറച്ച് വലിയ വീര്യമില്ലാത്തതൊക്കെ ഒന്ന് കുടിക്കാം. അത് വലിയ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് കുഴപ്പമില്ല. ഇങ്ങനെ കുറെ ന്യായങ്ങൾ പറഞ്ഞ് ഇതിനെ നോർമലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് മാന്യതയുടെ ഒരു പട്ടം നൽകുന്ന സാഹചര്യം ചർച്ചകളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ഈ ചർച്ചയൊക്കെ പറയുന്നത് ഈ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ഇതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് ആ ചർച്ചയിലൊക്കെ പങ്കെടുക്കാം. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് പാടില്ല. ആ വര നമ്മൾ മായ്ക്കാൻ പാടില്ല. നാട്ടിൽ പല ചർച്ചയും നടക്കും. ആ ചർച്ചയോടൊപ്പം എനിക്ക് പോകാവുന്ന ഒരു അതിരുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിക്കൂടാ എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാകുന്നത്. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വിശ്വാസം വരും. ആ രീതി ഒരിക്കലും വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മദ്യവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ശപിച്ച ഒരു മതത്തിന്റെ വക്താക്കളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഫിൽ ഖംരി അശറ, മദ്യവുമായി ബന്ധപ്പെട്ട് 10 പേരെ ശപിച്ചിട്ടുണ്ട് എന്ന്. 10 ആളുകൾ. ഇതിൽ ഏതാ വരാത്ത നോക്കിയത്? ഒന്നാരാ? അശറഹ, ആ മദ്യം ഉണ്ടാക്കുന്ന ആളുകൾ, അത് പിഴിഞ്ഞുണ്ടാക്കുന്ന ആളുകളെ ശപിച്ചിരിക്കുന്നു. വമുഅ്തസിറഹ, അത് ഉണ്ടാക്കാൻ ആരാണോ ആവശ്യപ്പെടുന്നവർ അവരെ ശപിച്ചിരിക്കുന്നു. വശാരിബഹ, അതാരാണോ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ശപിച്ചിരിക്കുന്നു. വഹാമിലഹ, അത് ചുമന്നു കൊണ്ടുപോകുന്നവരാരാണോ, അത് വഹിച്ചു കൊണ്ടുപോകുന്നവരാരാണോ അവരെ ശപിച്ചിരിക്കുന്നു. വൽ മഹ്മൂലത ഇലൈഹി, അതാർക്ക് വേണ്ടിയാണോ അവർ ചുമക്കപ്പെട്ടു പോകുന്നത്, ഞാൻ ഉപയോഗിക്കലൊന്നുമില്ല എന്ന് പറഞ്ഞ് ആർക്ക് വേണ്ടിയാണോ അത് കൊണ്ടുപോകുന്നത്, അതിന്റെ വരുമാനം ആർക്കാണോ ലഭിക്കുന്നത് അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വസാഖിയഹ, അത് വിളമ്പുന്നവൻ, അത് സപ്ലൈ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. വബായിഅഹ, അത് വിൽക്കുന്നവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. വആകില സമനിഹ, അത് വിറ്റ് കിട്ടുന്ന പണം കഴിക്കുന്നവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വൽ മുസ്തരി ലഹ, അത് വാങ്ങുന്നവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വൽ മുസ്തറാ ലഹു, ആർക്ക് വേണ്ടിയാണോ അത് വാങ്ങപ്പെടുന്നത് അവരും ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതിലപ്പുറം എന്താ വേണ്ടത്? ഇത്ര ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യത്തെ വളരെ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്താ അതിന് കുഴപ്പം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മുടെ വിശ്വാസമാണോ നമുക്ക് പ്രധാനം, അതോ നമ്മുടെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്ന നയങ്ങളാണോ നമുക്ക് പ്രധാനം? അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ശാശ്വത വിജയം ആർക്കേണ്ടവരോട് മദ്യം ഉപയോഗിക്കുന്ന സമൂഹത്തിനല്ല ഉണ്ടാവും. മദ്യം ഉപയോഗിക്കുന്ന സമൂഹം അവസാനം നശിക്കുകയും ചെയ്യും, യാതൊരു തർക്കമല്ല. പിന്നെ ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേറെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതൊരു ഭാഗത്ത് നടത്തുകയും ചെയ്യും, ഇതൊരു വേറൊരു ഭാഗത്ത് കൊണ്ടുവരും ചെയ്യണമെന്നും ശരിയായ നിലപാടല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശാശ്വത വിജയം ആയിരിക്കേണ്ടതുക ഖുർആൻ പറഞ്ഞതായിരിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, നിശ്ചയമായും മദ്യവും ചൂതാട്ടവും അതുപോലെ പ്രശ്നം വെച്ച് നോക്കലുമൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബു, അത് അതിൽ നിന്ന് നിങ്ങൾ വെടിയൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ പരാജയപ്പെടുന്നല്ല പറഞ്ഞത്, നിങ്ങൾ വിജയിക്കും. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ വിജയികളാകും.
ഇന്നമാ യുരീദു ശൈത്വാൻ, ശൈത്താൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ഈ മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഫിത്നയും ഫസാദും കുഴപ്പവും ആളുകളെ തമ്മിൽ തെറ്റിക്കുകയും ചെയ്യലാണ്. എല്ലാ വീട്ടിലും കുഴപ്പം നടക്കുന്നത് എന്തുകൊണ്ടാണ്? മദ്യം ഉപയോഗിക്കുന്ന വീടുകളിൽ അവിടെയാണ് പല കൊലപാതകം ഉണ്ടാകുന്നത്, അവിടെയാണ് ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്, അവിടെയാണ് ഭാര്യ ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലുന്നത്. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഇതാ ഖുർആൻ പറഞ്ഞത് അതൊക്കെ ശൈത്താനേക്കാ കൊണ്ടുപോവുക. വയശുദ്ധക്കും മന്ദിക്കിലില്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യും. നിസ്കാരത്തിൽ നിന്ന് അകറ്റും. മനുഷ്യരെ നിങ്ങൾക്ക് മടങ്ങാനായില്ലേ എന്ന ഖുർആനിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തിന്മകൾ ന്യായീകരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇസ്ലാം വിലക്കിയ തിന്മയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാനും ചൂട്ടുപിടിക്കാനും ഒരു വിശ്വാസിയും ഒരിക്കലും നിന്നുകൊടുക്കാൻ പാടില്ല. അങ്ങനെ നിന്നുകൊടുക്കുന്നുവെങ്കിൽ നമുക്ക് 2ാം സ്ഥാനമോ 4ാം സ്ഥാനമോമാണ് നമ്മുടെ മതവിശ്വാസം എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള അദാബിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയ ആളുകൾ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ ഹജ്ജ് കർമ്മം സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക് അടുത്ത വർഷം ഹജ്ജിന് പോകാനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട സന്ദർഭം കൂടിയാണ് ഇപ്പോൾ. അതിനുള്ള അറിയിപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 20-ാം തീയതിയോടുകൂടി അതിൻ്റെ അവസാന തീയതിയാണ്. അതുകൊണ്ട് ഹജ്ജ് ബാധ്യതപ്പെട്ട ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരിനിയും വൈകിക്കൂടാ. എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം തികക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് സ്വർഗം കിട്ടാൻ വളരെ പ്രധാനമാണ്. ഈമാൻ കാര്യത്തിൽ 6 വിശ്വസിക്കും വേണം, ഇസ്ലാം കാര്യം 5 പൂർത്തിയാക്കുമ്പോൾ, എന്നിട്ട് ഇവർ മരിച്ചു പോകുമ്പോൾ അവർക്ക് സ്വർഗമുള്ളൂ. അതിൽ അവസാനം 5ാമതായി പറഞ്ഞതാണ് ഹജ്ജ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അള്ളാഹുവിന് വേണ്ടി ആ മക്കയിൽ ചെന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് അവർക്ക് ബാധ്യതയാകുന്നു എന്നതാണ്. ആ ബാധ്യത ആർക്കുള്ളത്? അത് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അതിന് കഴിവുള്ള ആളുകൾ. പക്ഷെ ആ കഴിവ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവസാനിച്ച ശേഷം ചെയ്യേണ്ടതാണ് ഹജ്ജ് എന്നൊരു അന്ധവിശ്വാസ സമൂഹത്തിൽ. ഏതുവരെ നമ്മുടെ കുട്ടികളുടെ മുഴുവൻ കല്യാണം, അവർക്കുള്ള എല്ലാ വീടും, പിന്നെ പേരക്കുട്ടികൾക്കുള്ള വീടും എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സംഗതി. അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോ ജീവിച്ചു പോകാനുള്ള നമ്മുടെ സമ്പത്തുണ്ട്, അതിനുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് വിട്ടു നിന്നാൽ നമ്മളെ കുട്ടികൾ പട്ടിണി നടക്കൂല, അതുകൊണ്ട് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. നമുക്കതിന് പോകാനുള്ള കാശ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അവര് ബാക്കിയൊക്കെ തീരട്ടെ എന്ന് പറഞ്ഞ് യാതൊരു അർത്ഥമില്ല. കടം വാങ്ങിയാൽ ചെയ്യാനെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിവുള്ള ഈ ആളുകൾ ചെയ്യണം. ഇത് കറൻസി മാത്രമല്ല, പണം എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ചില എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് പറയും. അതായത് 2 ഏക്കർ സ്ഥലം വേറുണ്ടാവും. അതിന് ഇപ്പോഴത്തെ കാലത്തൊക്കെ 1-2-3 സെന്റ് കൊടുത്താൽ മതിയോ ഈസി ആയിട്ട് ഹജ്ജ് പോയി ചെയ്ത് വരാൻ പറ്റും. അങ്ങനെയൊന്നും ചിന്തിക്കൂല. അതൊന്നും എൻ്റെ മുതലല്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല. നമ്മൾ കുറച്ച് വിശാലമായി ചിന്തിക്കണം. കാരണം ഹജ്ജ് ചെയ്ത് മരിച്ചു പോയിട്ടില്ലെങ്കിൽ അതൊരു കുറവന്നെ, അതൊരു വൈകല്യമാണ്, അതൊരു ന്യായം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയേണ്ടി വരും. പക്ഷെ നമ്മളെക്കുറിച്ചും നമ്മുടെ വരുമാനത്തെക്കുറിച്ചും കൃത്യമായി അറിയുന്നവനായിരിക്കും അല്ലാഹു. അതുകൊണ്ട് ബാധ്യതപ്പെട്ട ആളുകൾ വൈകിപ്പിക്കരുത്. അൽ ഹജ്ജു മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ മിനൽ ജന്നഹ്. മബ്റൂറായ ഹജ്ജ് എന്ന് പറയുന്നത് സ്വർഗമല്ലാതെ അതിന് വേറൊന്നും പരിഹാരം, അതിന് പ്രതിഫലമില്ല. സ്വർഗം കിട്ടും. ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ അത് എത്രമാത്രം പരിശുദ്ധമാണോ അതുപോലെ ഹജ്ജ് ചെയ്ത് മടങ്ങി വന്ന ആളുകൾ അത്രമേൽ പരിശുദ്ധമാണോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹജ്ജ് ചെയ്ത ആളുകൾ ചെയ്യാനുള്ള ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഹജ്ജ് ചെയ്ത ആളുകളോ, ഞാനിപ്പോൾ ചെറിയൊരു കുഞ്ഞിനെ പോലെ എല്ലാ പാപങ്ങളും ഇല്ലാതെയായി കഴിഞ്ഞിട്ടുള്ള ഒരു പുതിയ മനുഷ്യനാണ്. അതുകൊണ്ട് ഇനി മരിക്കുന്നത് വരെ ഇനി തിരിച്ചൊരു നടത്തം എനിക്കില്ല എന്ന് ഉറപ്പിക്കാൻ കൂടി കഴിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഹതഭാഗ്യന്മാരാണ്, ഭാഗ്യവാന്മാരാണ്, നിർഭാഗ്യവാന്മാരാണ്. കാരണം ഹജ്ജ് ചെയ്തിട്ടും
അതിന്റെ ഗുണം കിട്ടാതെ പോവുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ വിഷയം. അപ്പോൾ സാധാരണ ഇതുവരെയുള്ള ഒരു ജീവിത രീതി അല്ല അവർക്കുണ്ടാകേണ്ടത്. അവർ നമസ്കാരത്തിലും അതുപോലെ തന്നെ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിഷയത്തിലും എല്ലാ കാര്യത്തിലും അതീവ ജാഗ്രത പുലർത്തുക എന്നത് പ്രധാനമാണ്. ഹജ്ജ് ചെയ്യാത്ത ആളുകൾ ഈ സന്ദർഭത്തിൽ പെട്ടെന്ന് അതിന് അപേക്ഷ കൊടുക്കുക എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. അപേക്ഷ കൊടുത്താൽ നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞു. ചെറിയ കാര്യമല്ല. ഈ 20-നുള്ളിൽ അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷ നമ്മൾ കൊടുത്തു, വിസ്മയ ചൊല്ലി അത് പോകണമെന്നുള്ള നെയ്യത്തോടു കൂടി കൊടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മരിക്കണമെന്ന് വെച്ചാലോ നമുക്കൊരു കുറ്റമല്ല. കാരണം നമ്മളതിനു വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു, നെയ്യത്ത് വെച്ച് കഴിഞ്ഞു, പിന്നെ നമ്മൾ ആ ബാധ്യതയിൽ ഒഴിവായി. നമ്മൾ ഹയാത്തിനുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പോകാനുള്ള സമയത്ത് നമുക്ക് അസുഖം വന്നു, കിടപ്പിലായി. പക്ഷെ നമ്മൾ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ കൂലി കിട്ടും, നമ്മൾ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ഇസ്ലാമിന്റെ ഒരു വിശാലത നോക്കി. പക്ഷെ ആ നെയ്യത്ത് വെക്കലാര് വെക്കണമോ നമ്മൾ വെക്കണ്ടേ? അത് വെക്കാൻ നമുക്ക് പലപ്പോഴും തോന്നില്ല. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വേഗം തീരുമാനം എടുക്കുക. ഈ ജൂലൈ 20-ന് മുമ്പ് അതിന്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും തന്നെ പല ആളുകളും തെറ്റായ ഡാറ്റകൾ കൊടുക്കും. അതിൽ ചെറിയ ന്യൂനതകൾ പോലും പിന്നെ അവരുടെ യാത്രയിൽ വലിയ പ്രയാസങ്ങൾ അവർക്കുണ്ടാകും. അതുകൊണ്ട് അതിൽ ഔദ്യോഗികമായ ഹജ്ജ് ട്രെയിനർമാരെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയും അവരുടെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം സ്വീകരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സമയനിഷ്ഠ പാലിക്കുക. ജൂലൈ 20 22-ാം തീയതി പോയിട്ട് യാതൊരു കാര്യമില്ല. അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ പ്രത്യേകമായൊരു ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീകളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.